അത്രയും രാജ്യങ്ങൾ യാത്ര ടൂർ പോയ വ്യക്തിയാണ്. ടൂറല്ല, ബിസിനസിന് വേണ്ടി പോണാണ്. മൂപ്പര് പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് ശംസുക്ക് പാടട്ടെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ്. ഹനാൻഷന് ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ വന്നത്, ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലൊരു ആദ്യം വന്നത് നമ്മുടെ വീട്ടിലാണ്. നിങ്ങളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ അല്ലെ? ഞാൻ പറയാണ്, ഞാൻ 92 വരുമ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ല. 94 ഏപ്രിൽ 3 എൻ്റെ ഡ്രൈവർ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവർ ലൈസൻസ് എടുത്ത് നമുക്ക് കിട്ടിയ ആദ്യത്തെ വണ്ടി ഏതാ വെച്ചാൽ ഒരു 6 കൊല്ലത്തോളം AC ഇല്ലാത്ത വണ്ടി. നിങ്ങൾ ആലോചിച്ചു, AC ഇല്ലാത്ത വണ്ടി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇവിടെ ചൂടുകാലത്ത് വന്നിട്ടില്ല. അതെ, ആ കാലത്ത് ചൂടും ഈ കാലത്ത് ചൂടും ഒന്നാണ്. 7 കൊല്ലത്തെ 98 വരെ എനിക്ക് AC ഇല്ലാത്ത വണ്ടിയിൽ ആണ് ഞാൻ. അത് ഡ്രൈവിംഗ് മാത്രമല്ല, അതിന്റെ കൂടെ ലോഡിങ് ഉണ്ടാവും, അതിന്റെ കൂടെ. അപ്പൊ നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്റെ മറ്റേ അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് പോലത്തെ ഒരു സംഭവം തുടങ്ങുന്നുള്ളത്. അപ്പൊ ഞാനും ടിപ്പും കൂടി ഇന്ന് ആ സീരീസിന്റെ പുതിയ ബിഗിനിങ് ആണ്. അതും നമ്മളെ ദുബായിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പൊ മാത്രല്ല, നമ്മുടെ ഫസ്റ്റത്തെ ഗസ്റ്റ് ഞാനൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇന്നലെ മുതൽ കാത്തിക്കട്ടെ ഈ ഒരു സംഭവം ചെയ്യാൻ. മൂപ്പര് നമുക്കൊരു ഡേറ്റും ടൈമും തന്നു. അപ്പൊ അതേ ദിവസം നമ്മൾ ഇവിടെ എത്തി, നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. ടിപ്പു ആളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ദുബായിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ഒരുപാട് ആളുകളെ കാണുന്ന നമുക്ക് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവില്ല. അതെ. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാണുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മളിന്ന് പോഡ്കാസ്റ്റിന് ഇരുന്നിട്ടുള്ളത്. ദുബായ് തന്നെ ഫേമസ് ബിസിനസ്മാൻ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓൺട്രപ്രീനേഴ്സ് ഓഫ് ദുബായ്. ഇപ്പൊ ഞാനിപ്പോ വണ്ടിയിൽ വരികയാണെങ്കിൽ തന്നെ നമ്മള് ശംസുഖാനെ കണ്ടപ്പം മുതല് ഒരുപാട് കോളുകൾ, ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പോത്തിന് വേറെ കോളും, അങ്ങോട്ട് കോള് ഇങ്ങോട്ട് കോള്, ഓരോരോ കാര്യങ്ങൾ, മീറ്റിങ്ങും പരിപാടികളായിട്ടൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്കുള്ളൊരു സംശയം കേട്ടോ, അതായത് നിങ്ങൾ ഫാമിലി ലൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ പുറത്തുള്ള വേറെ എന്റർടൈൻമെന്റ് ലൈഫ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ വെറും ബിസിനസ് മാത്രമാണോ നിങ്ങൾക്ക്? ഷംസുഖത്തിന്റെ അത് ഇവർക്ക് ഷംസുഖാനെ പറ്റി അങ്ങനെ കൂടുതലായിട്ട് അറിയാത്ത പ്രശ്നമാണ്. ഷംസുഖാൻ അത്ര ട്രാവൽ ചെയ്യുന്ന ഒരു ബിസിനസ് നമ്മൾ അറിയുന്ന കൂട്ടത്തിൽ കണ്ടിട്ടില്ല. അത്രയും രാജ്യങ്ങൾ യാത്ര ടൂർ പോയ വ്യക്തിയാണ്. ടൂറല്ല, ബിസിനസിന് വേണ്ടി പോണാണ്. പക്ഷെ യാത്രയില് നമ്മൾ എന്ത് ചെയ്യും, യാത്രയിൽ കാണുന്ന കാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യും, ശരിക്കും ഒരു ബിസിനസ്സിന് പോകുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഫ്രീ കിട്ടുമല്ലോ. ആ ഫ്രീ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തിനും മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കാണാവുന്ന, നമ്മൾ ആളുകൾ ആഗ്രഹിക്കുന്ന പലതും കാണാൻ, അങ്ങനെ റയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ കാണും. അപ്പോൾ തന്നെ ഓൺ ദി റോഡിലാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോയപ്പോൾ ബോട്സ്വാനയിലായിരുന്നു. ബോട്സ്വാനയിൽ ഒരു 500-600 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നിച്ച് ഒറ്റ കണ്ടിന്യൂറ്റി. അപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ ഞങ്ങളൊപ്പം ഉണ്ടാവും. അവരോട് ഇവിടെ എന്താ, അപ്പോൾ ഒരു ആദിവാസി സംഭവം ഉണ്ട് പറയും. അപ്പോൾ അവരെ കാണും, അവരൊരു വ്ളോഗ് ചെയ്യും. അതിന് നമുക്ക് കയറി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ സമയം എക്സ്ട്രാ പോകുന്നു. പക്ഷെ അത് കാണുമ്പോൾ ആളുകൾക്ക് ആ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ ബ്ലോഗറൊന്നുമല്ല, ഞാൻ പോകുന്ന കാഴ്ചയിൽ എന്തെങ്കിലും നല്ലത് കണ്ടാൽ പക്ഷെ അതിനൊക്കെ സമയം കണ്ടെത്തും. ഞാനിപ്പോൾ എൻ്റെ ലാസ്റ്റ് യാത്ര എൻ്റെ 85ാമത്തെ രാജ്യമായിരുന്നു. 85 രാജ്യങ്ങളില്ലേ? അത് നമ്മളെ എനിക്ക് ഷംസുഖാൻ എപ്പോഴും വ്യക്തമായി മനസ്സിലായി. അപ്പൊ ഇത്രയും യാത്രകളില് ഈ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളല്ലോ, പക്ഷെ അതിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടാവല്ലോ. ഒരു എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന സന്തോഷമാവട്ടെ, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമാവട്ടെ, അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും. ഫസ്റ്റ് യാത്രയിൽ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഇറ്റലി പോയപ്പോൾ 2007 അന്ന് ഇറ്റലി പോയപ്പോൾ എനിക്ക് വളരെ അവിടെയൊക്കെ മറുപടി യൂറോപ്പാണെങ്കിലും പല ഭാഗങ്ങളും ചിലപ്പോൾ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഉള്ളിലൊരു സ്ഥലത്ത് പോയപ്പോൾ എന്നോട് എനിക്കറിയില്ല, നമ്മള് ഗൾഫിലൊക്കെ അന്ന് പാതിരക്ക് നടക്കുന്ന പോലെ അവിടെ നടക്കാൻ. ശേഷം ഒരു 7 മണി കഴിഞ്ഞ് അവിടെയൊക്കെ പ്രശ്നങ്ങൾ അത്ര എനിക്കറിയില്ല. ഞാനൊരു 10 മണി ആയപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെയൊക്കെ രാത്രി ആയാലും ഇങ്ങനെ മറ്റുള്ള പ്രശ്നക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തലവരെ പോകുന്നതായിരുന്നു. പക്ഷെ അത് വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. പിന്നെ എൻ്റെ ആളവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കി. അതൊരു അനുഭവമായിരുന്നു. നമ്മളെ വെച്ചോളം എല്ലാ രാജ്യങ്ങളും ഓരോ അനുഭവങ്ങൾ നമുക്ക് തരാം. അപ്പോൾ ഒന്നിനെ നന്നായിട്ടും ചീത്തമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതൊക്കെ അനുഭവിച്ചേ പറ്റൂ. ഏത് പ്രായത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണം? അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഇതിലേക്ക് വരുന്നതിന്റെ മുന്നേ നിങ്ങൾ ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ മുന്നുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെ ആവുമല്ലോ. അപ്പൊ എന്നാണ് ഇതിന്റെ ഒക്കെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് നിങ്ങൾ വന്ന് ഇവിടെ എത്തിയതും, പിന്നെ എന്താണ് ഉണ്ടായതും, പിന്നെ എങ്ങനെയാണ് ഈ നെല്ലറയിലേക്ക് എത്തുന്നതും? 1992 ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് ഇവിടെ ദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 33-34 വർഷമാകാൻ പോകണം. അത്രയും വർഷങ്ങളൊന്നും ജനിച്ചിട്ട്. കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ അത്രയും ഇതിലുണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും
നമ്മള് ഏത് പ്രായമാണ് തെരഞ്ഞെടുക്കേണ്ടത് വെച്ചാൽ നിങ്ങളൊക്കെ ഏത് പ്രായം നിങ്ങൾക്ക് അറിയില്ല, ചെറുപ്രായം തന്നെ ആയിരിക്കും, 20 അല്ലേ നിങ്ങളായിട്ടുണ്ടാവുള്ളൂ. ശരിക്കും ഈ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും പഠിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയില്ല, ഡിഗ്രി മാക്സിമം ആണ് എല്ലാവരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പഠിക്കുന്ന ജോലിയുടെ ഒപ്പമായിരിക്കും അധികം ഉപരിപഠനം എല്ലാവരും ചെയ്യുന്നത്. അത് കറക്റ്റല്ലേ? മറ്റേ പറഞ്ഞാൽ 30 വയസ്സ് വരെ ചിലർ പഠിക്കുന്നവരുണ്ട്, ഒക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തും അങ്ങനെ ഉണ്ട്, ആ കാലത്തായിരുന്നു ഞാൻ ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് 20 വയസ്സിന് മുന്നേ തന്നെ ദുബായിലെത്തി ചെറിയ ജോലിക്ക് കയറി. ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വന്നതല്ല. നമ്മളെ സഹോദരി ഭർത്താവിൻ്റെ ഷോപ്പിലേക്ക് വരുന്നത്, അങ്ങനെ അവരുടെ ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്താണ് ഇന്ന് ഈ നിലക്ക് എത്തിയത്. അപ്പോൾ അന്ന് ഞാൻ വരുമ്പോൾ ഒരു മൂന്ന് ആളാണെങ്കിൽ ഇന്ന് നമ്മളെ കമ്പനിയിൽ 1000-ഓളം ആളുകൾ ഉണ്ട് ജോലി. അപ്പോൾ അത് ഒരു നിമിഷത്തെ ഒരു നമ്മളെ വളർച്ച അല്ല, അത് ഒരുപാട് എഫേർട്ട്. കാരണം 34 വർഷം എന്ന് വെച്ചത്. അപ്പം നിങ്ങളോട് പറയാള് പുതിയ തലമുറ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നൊരു ചിന്തയാണ്. അതൊരിക്കലും പറ്റില്ല. അത് വളരെ പയ്യെ അത് ചെറിയ ചെറിയ രീതിയിൽ വളരാനേ പറ്റുള്ളൂ. പക്ഷെ പെട്ടെന്ന് വളരാൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ ചെയ്യാം. അതും പെട്ടെന്ന് ഒരു 6 മാസം കൂടെ ഒന്നാവില്ല, ഒരു 3-4 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി. അതുകൊണ്ടാണ് ഇവര് പലതിക്കും പോണത്. കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ചെറിയ ചെക്കന്മാരൊക്കെ പൈസ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അത് പെട്ടെന്ന് കുറേശ്ശൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് ഭയങ്കര ഗ്രോത്ത് ആവണമെങ്കിൽ 5-6 വർഷം 8 വർഷമൊക്കെ. ഈ ബിസിനസിന്റെ പുറമേ ഉള്ള സമയങ്ങളിൽ എന്തിലാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അധികം? അങ്ങനെയല്ല, ഞാൻ ഇടയ്ക്ക് പാട്ടിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അധികം മറ്റേ ഇതിന് സ്പോർട്സിൽ പോകാറുണ്ട്, പിന്നെ സോഷ്യൽ വർക്കുകൾക്ക്, യാത്രകൾക്ക്. നിങ്ങള് സ്പോർട്സ് കളിക്കാറുണ്ട്? ഇപ്പൊ ഏകദേശം എത്ര ഏജ് ആയി ഉണ്ടാവുന്നാലും? പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. നംസുഖാക്ക് പാട്ട് നംസുഖാന്റെ വെരി ഫേവറേറ്റ്. ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന ഈ ലോകത്തിലെ നമ്മളെ മലയാളികളല്ലേ ഫേമസ് ആയ എല്ലാ പാട്ടുകാരും മൂപ്പരെ വീട്ടിൽ കൊണ്ടുവരും, എന്നിട്ട് സഭ കൂടും, എന്നിട്ട് പഠിപ്പിക്കും എല്ലാരും. നമ്മൾ പണ്ട് ലക്ഷദ്വീപിൽ ഒരു പാട്ടുകാരുണ്ടല്ലോ, മൂപ്പര് പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് നംസുഖ് പാടും. അങ്ങനെ ഫേമസ് ആയ പാട്ടുകാരൊക്കെ വീട്ടിൽ കൊണ്ടുവരാ, സഭ കൂടാ, പാടാ, ഒരു മഹഫില് ഇടയ്ക്ക് വീട്ടിലുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നമ്മള് പഴയ കലാകാരന്മാരെ ഞാൻ പണ്ടൊക്കെ കൂടുതൽ അവരൊക്കെ മരണപ്പെട്ടു പോയി. പഴയ കലാകാരന്മാർ പീർ മുഹമ്മദ്, എരിഞ്ഞോൾ മൂസ്, അങ്ങനെ കുറെ പഴയ പാട്ടുകാരുണ്ട്. അവരൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു മുമ്പൊക്കെ വന്നാല് താമസം പാട്ട് പാടലും. പുതിയ തലമുറ നമ്മളെ ബാദുഷാ, സൽമാൻ, ഇപ്പൊ ഹനാൻഷിന് ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ വന്നത്, ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലൊരു ആദ്യം വന്നത് നമ്മുടെ വീട്ടിലാണ്. പക്ഷെ പാട്ടിനായിട്ടല്ല, അന്ന് അവന് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലായിരുന്നു ആദ്യമായിട്ട് വന്നത്. മുന്നേ ഹനാൻഷ 2021 നമ്മുടെ വീട്ടിൽ ആദ്യം. ഒരു ഡെപ്സിനൊക്കെ നമ്മുടെ നാട്ടുകാരാണ്, ഒരുപാട് സപ്പോർട്ട് വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആദ്യ ഒരു വീഡിയോ ചിലപ്പോൾ വൈറലായത് എന്റെ വീട്ടിലേക്ക് അതിനുശേഷമാണ് അവന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വൈറലായത്. ഒരു വർഷം നമ്മുടെ വീഡിയോ ആയിരിക്കും. പിന്നെ സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങള് ചെയ്യല്? ഫുട്ബോൾ കളിക്കൂ, ചെറുതായിട്ട് ക്രിക്കറ്റ് കളിക്കും, ചെറുതായിട്ടുള്ളൂ കേട്ടോ, വലുതായിട്ടല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വെറ്ററൻസ് ടീം ഉണ്ട്. നിങ്ങൾ ആഴ്ച 3 ദിവസം കളിക്കെങ്കിലും ഞാൻ ആഴ്ചയിൽ 1 ദിവസമൊക്കെ പറ്റുള്ളൂ, തിരക്കാണ്. പിന്നെ ആഫ്രിക്കയിലാണ് ഇപ്പൊ ഞാൻ കൂടുതൽ യാത്രകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്കറിയാലോ ദുരിതം പട്ടിണിയൊക്കെ ഏറ്റവും കൂടുതൽ പക്ഷേ അവിടെ ആയിരിക്കും. അവിടെയാണ് ശരിക്കും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ നമ്മൾ കൂടുതൽ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷണത്തിനൊന്നും അങ്ങനെ ആരും ബുദ്ധിമുട്ടുന്നില്ല. പക്ഷേ ഭക്ഷണത്തിന് ഇന്നും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ആഫ്രിക്കൻ സമൂഹത്തിലുണ്ടെന്ന് നമുക്ക് ആഫ്രിക്കയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നമ്മളൊക്കെ യാത്ര ചെയ്യണം. നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ യാത്ര കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകം അറിയണം. അങ്ങനെ ഒരു ആഗ്രഹം പണ്ട് ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഈ ഒരു വർഷം നമ്മൾ 100 ഇപ്പൊ 85 രാജ്യങ്ങൾ ഇപ്പൊ സന്ദർശിച്ചല്ലോ. ഇപ്പോഴും ഞാൻ ആഗ്രഹം കൊണ്ട് തോന്നാലേ നിൽക്കുന്നത്, പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനത്തെ രാജ്യം അങ്ങനെയല്ല, ഇതൊക്കെ പോയി. ഇനിയിപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇപ്പോൾ ഈ വർഷം ഞാൻ പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ പോകാത്ത 2 സ്ഥലങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ അതല്ലാത്ത ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ട്, അമേരിക്കയിലും എല്ലാം. ഇത് ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ വേറെ എന്തെങ്കിലും? ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കാളോ, പിന്നെ അവിടെ കാര്യമായിട്ട് വർക്കൊന്നുമില്ല. ഇപ്പൊ അവിടെ പീഡിയയിലുണ്ടായിരുന്നു, അപ്പാൻ്റെ ഒപ്പം സഹായിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളും സ്വന്തമായിട്ട് ചെറിയ കച്ചവടങ്ങളൊക്കെ നാട്ടില് വരുന്നത്തെ പോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് ടൈലറിങ് ഉണ്ടായിരുന്നു. അതല്ല അഡ്രസ് അറിയില്ലേ, അഡ്രസ് നമ്മുടെ ബ്രാൻഡാണ്. അപ്പൊ അത് തുടങ്ങുന്നതിന്റെ ഒരു കാരണം അതും കൂടിയായിരുന്നു. നമ്മള് ചെറുപ്പത്തിൽ ടൈലറിംഗ് ഒക്കെ പഠിച്ചു. അപ്പൊ അതിന്റെ വീട്ടില് മെഷീന് ടൈലറിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതാണ് ഐഡിയ അതിലേക്ക് എത്തിയത്. അതാണ് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരോട് പറയാനുള്ളത്. പലരും നമ്മളിപ്പോ കാണുന്ന വലിയ വലിയ നിലയിലെത്തിയവരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കുമ്പോൾ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇപ്പൊ പലർക്കും പൈസ ഉണ്ടാക്കണമെന്നുണ്ട്. ഒരു പറഞ്ഞ തന്നെ AC റൂം എന്നൊക്കെ ആവും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ചില്ലറപ്പണിയും അതേപോലെ തന്നെ അധ്വാനത്തിന്റെ അങ്ങേയറ്റം കണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഇത്രയും വലിയ നല്ല നിലയിൽ എത്തിയതും ഇപ്പത്തെ ഈ ഒരു ജീവിതം ആസ്വദിക്കുന്നൊക്കെ. നിങ്ങളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ അല്ലെ? ഞാൻ പറയാണ്
ഞാൻ 92 വരുമ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ല. 94 ഏപ്രിൽ 3 എൻ്റെ ഡ്രൈവർ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവർ ലൈസൻസ് എടുത്ത് നമുക്ക് കിട്ടിയ ആദ്യത്തെ വണ്ടി ഏതാ വെച്ചാൽ ഒരു 6 കൊല്ലത്തോളം AC ഇല്ലാത്ത വണ്ടി. നിങ്ങൾ ആലോചിച്ചു, AC ഇല്ലാത്തൊരു വണ്ടി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇവിടെ ചൂടുകാലത്ത് വന്നിട്ടില്ല. അതെ, ആ കാലത്ത് ചൂടും ഈ കാലത്തും ചൂടും ഒന്നാണ്. നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ആ കാലത്തുള്ള ചൂടില് നമ്മള് 5-6 കൊല്ലത്തോ 7 കൊല്ലത്തോ 98 വരെ എനിക്ക് AC ഇല്ലാത്ത വണ്ടിയിൽ ആണ് ഞാൻ. അത് ഡ്രൈവിംഗ് മാത്രമല്ല, അതിന്റെ കൂടെ ലോഡിങ് ഉണ്ടാവും, അതിന്റെ കൂടെ അതെ 500 അങ്ങനെ പറയാണ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ നല്ല സമയത്താണ് ഇവിടെ വന്നത്. ഇനി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഞങ്ങളും ചെയ്ത പോലെ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞാനന്ന് വന്ന സമയത്ത് നിങ്ങളോട് എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകുന്ന ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെലവാക്കുന്നതിലേക്ക് സേവിങ്സ് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. നമ്മൾ ഇപ്പോഴത്തെ തലമുറയെ കണ്ടത് കിട്ടുന്ന പൈസ അപ്പൊക്കെ ചെലവാക്കുകയാണ്. അത് കുറച്ച് മാറ്റി. കാരണം നമ്മൾ ആരുടെ മുന്നിൽ കൈ നീട്ടാൻ എന്ത് ചെയ്ത് അവസരം കൊടുക്കുക. അതിന് പകരം നമ്മൾ കിട്ടുന്ന പൈസ സേവിങ്സിനും കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിലൂടെ ആയിരിക്കും നമ്മളെ യാത്ര മുന്നോട്ട് പോകുന്നത്. ജെല്ലി ടിപ്പിൻ്റെ ഒക്കെ വീഡിയോ കാണാറുണ്ട്, അവതരണമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് നമ്മോട് ചോദിച്ചേക്ക് തന്നെ നമുക്കും സമയം കിട്ടി, നിങ്ങൾക്കും സമയം കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യത്തെ ഒരാളായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ വരാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. ശരിക്കും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ വ്ളോഗിൽ വരിക, അതുപോലെ നമ്മുടെ ആളുകളൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നിങ്ങളും ഒരു പുതിയ പ്ലാറ്റ്ഫോം കണ്ടെത്തുന്നത്, അതുപോലെ ബിസിനസ്സുകാരായിട്ട് ഒന്നിച്ച് നിൽക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ശരിക്കും ഇതൊക്കെ നല്ലതാണ്. നമുക്ക് ഇനിയും ഒരുപാട് നമ്മൾ നല്ല നല്ല ആൾക്കാരെയും കൊണ്ടുവന്നാണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സെഷൻ ആയതുകൊണ്ട് നമ്മളും പ്രിപ്പയർഡ് അല്ല, മൂപ്പരും പ്രിപ്പയർഡ് അല്ല. അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അറിയുന്ന മാതിരി മാക്സിമം നല്ല തുടക്കമായി. ഇനി വീണ്ടും നമ്മൾ നല്ല നല്ല ഒരുപാട് ഇതുപോലെ ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയുന്ന ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഗസ്റ്റുകൾ, നമ്മൾ നല്ല അടിപൊളി ഗസ്റ്റുകൾ നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഇൻഷാല്ലാ, see you in the next podcast. Until then, goodbye.